ഓം ശാന്തി 22/12/2025 പ്രഭാതമുരളി മധുബൻ. മധുരമായ കുട്ടികളെ, ബാബ ആരാണോ എങ്ങനെയാണോ അത് യഥാർത്ഥ രീതിയിൽ തിരിച്ചറിഞ്ഞ് ഓർമ്മിക്കൂ. ഇതിനുവേണ്ടി തന്റെ ബുദ്ധി വിശാലമാക്കൂ. ചോദ്യം: ബാബയെ പാവങ്ങളുടെ നാഥനെന്ന് പറയുന്നത് എന്തുകൊണ്ട്? ഉത്തരം: എന്തുകൊണ്ടെന്നാൽ മുഴുവൻ ലോകവും ദരിദ്രം അർത്ഥം ദുഃഖിയായപ്പോൾ എല്ലാവരെയും ദുഃഖത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് ബാബ വന്നിരിക്കുകയാണ്. ബാക്കി ആരോടെങ്കിലും ദയ തോന്നി വസ്ത്രം നൽകുക, പൈസ നൽകുക, അത് അത്ഭുതത്തിന്റെ കാര്യമൊന്നുമല്ല. ഇതിലൂടെ അവർ സമ്പന്നരായി മാറുകയില്ല. ഞാൻ ഏതെങ്കിലും ആദിവാസികൾക്ക് പൈസ നൽകി പാവങ്ങളുടെ നാഥനെന്ന് പറയിപ്പിക്കും എന്നല്ല. ഞാനാണെങ്കിൽ ദരിദ്രർ അർത്ഥം പതിതർ, ആരിലാണോ ജ്ഞാനമില്ലാത്തത് അവർക്ക് ജ്ഞാനം നൽകി പാവനമാക്കി മാറ്റുന്നു. ഗീതം: ഇത് തന്നെയാണ് ലോകത്തെ മറക്കാനുള്ള വസന്തകാലം. ഓം ശാന്തി. മധുരമധുരമായ കുട്ടികൾ, ഗീതം കേട്ടോ. കുട്ടികൾക്കറിയാം, ഗീതമാണെങ്കിൽ ലോകത്തിലെ മനുഷ്യർ പാടിയതാണ്. വാക്കുകൾ വളരെ നല്ലതാണ്. ഈ പഴയ ലോകത്തെ മറക്കണം. മുൻപ് ഇങ്ങനെ മനസ്സിലാക്കിയിരുന്നില്ല. കലിയുഗി മനുഷ്യരുടെ ബുദ്ധിയിലും വന്നിരുന്നില്ല. പുതിയ ലോകത്തിലേക്ക് പോകണമെങ്കിൽ തീർച്ചയായും ഈ പഴയ ലോകം മറക്കണമെന്ന്. കേവലം ഇത്രയും മനസ്സിലാക്കുന്നു: പഴയ ലോകത്തെ ഉപേക്ഷിക്കണം. പക്ഷേ അവർ മനസ്സിലാക്കുകയാണ് ഒരുപാട് സമയം വേണ്ടിവരുമെന്ന്. പുതിയതിൽ നിന്ന് പഴയതാവും, ഇതറിയാം. പക്ഷെ കൂടുതൽ സമയം കൊടുത്തതിനാൽ മറന്നുപോയിരിക്കുന്നു. നിങ്ങൾക്കിപ്പോൾ സ്മൃതി ഉണർത്തിത്തരികയാണ്. ഇപ്പോൾ പുതിയ ലോകത്തിന്റെ സ്ഥാപന നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ പഴയ ലോകത്തെ മറക്കണം. മറക്കുന്നതിലൂടെ എന്താണ് ഉണ്ടാവുക? നമ്മൾ ഈ ശരീരം ഉപേക്ഷിച്ച് പുതിയ ലോകത്തിലേക്ക് പോകും. പക്ഷേ അജ്ഞാനകാലത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ അർത്ഥം ആരും ശ്രദ്ധിച്ചിരുന്നില്ല. ഇപ്രകാരം ബാബ മനസ്സിലാക്കി തരികയാണ്. അങ്ങനെ മനസ്സിലാക്കി തരുന്ന ആരും തന്നെ ഇല്ല. നിങ്ങൾക്കിതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ? ഇതും കുട്ടികൾക്കറിയാം. ബാബ വളരെ സാധാരണമാണ്. വിശേഷപ്പെട്ട നല്ല നല്ല കുട്ടികളും പൂർണമായും മനസ്സിലാക്കുന്നില്ല. മറക്കുകയാണ് ബ്രഹ്മബാബയിൽ ശിവബാബ വരുന്നുവെന്ന്. ഏതെങ്കിലും നിർദ്ദേശം നൽകുകയാണെങ്കിൽ ഇത് ശിവബാബയുടെ നിർദ്ദേശമാണെന്ന് മനസ്സിലാക്കുന്നില്ല. ശിവബാബയെ മുഴുവൻ ദിവസവും ഇങ്ങനെ മറക്കുകയാണ്. പൂർണമായി മനസ്സിലാക്കാത്തത് കാരണം അത് പ്രവർത്തിക്കുന്നില്ല. മായ ഓർമ്മിക്കാൻ വിടുന്നില്ല. സ്ഥായിയായ ഓർമ്മ നിൽക്കുന്നില്ല. പരിശ്രമിച്ച് അവസാനം തീർച്ചയായും ആ അവസ്ഥയിലെത്തും. ഇങ്ങനെ ആരും തന്നെയില്ല. ആരാണോ ഈ സമയം കർമാതീത അവസ്ഥ നേടിയവർ? ബാബ ആരാണോ എങ്ങനെയാണോ അതറിയുന്നതിന് വിശാല ബുദ്ധി വേണം. നിങ്ങളോട് ചോദിക്കും, ബാപ്ദാദ കമ്പിളി വസ്ത്രം ധരിക്കുമോ? പറയും, രണ്ടാളുണ്ട്. ശിവബാബ പറയും, ഞാൻ കമ്പിളി വസ്ത്രം ധരിക്കുകയേയില്ല. എനിക്ക് തണുപ്പ് അനുഭവപ്പെടുകയില്ല. അതെ, ആരിലാണോ പ്രവേശിക്കുന്നത് അവർക്ക് തണുപ്പ് അനുഭവപ്പെടും. എനിക്കാണെങ്കിൽ വിശപ്പും ദാഹവും ഒന്നും തന്നെ തോന്നുകയില്ല. ഞാനാണെങ്കിൽ നിർലേപമാണ്. സേവനം ചെയ്യുകയാണെങ്കിലും ഈ എല്ലാത്തിൽ നിന്നും വേറിട്ടതാണ്. ഞാൻ കഴിക്കുകയോ കുടിക്കുകയോ ചെയ്യുന്നില്ല. ഏതുപോലെ ഒരു സന്യാസി പറഞ്ഞിരുന്നു, ഞാൻ കഴിക്കുന്നില്ല കുടിക്കുന്നില്ല എന്ന്. അനേകം പേർ ദേവതകളുടെ പേരും വെക്കുന്നു. വേറെ ഒരു ധർമ്മത്തിലും ദേവീ ദേവതയായി മാറുന്നില്ല. ഇവിടെ എത്ര ക്ഷേത്രങ്ങളാണ്. വെളിയിലും ഒരു ശിവബാബയെ തന്നെയാണ് മാനിക്കുന്നത്. ബുദ്ധിയും പറയുന്നു, അച്ഛനാണെങ്കിൽ ഒന്നു മാത്രമാണ്. അച്ഛനിൽ നിന്ന് തന്നെയാണ് സമ്പത്ത് ലഭിക്കുന്നത്.
നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിലുണ്ട്, കൽപ്പത്തിന്റെ ഈ പുരുഷോത്തമ സംഗമയുഗത്തിൽ തന്നെയാണ് ബാബയിൽ നിന്ന് സമ്പത്ത് ലഭിക്കുന്നത്. എപ്പോഴാണോ നമ്മൾ സുഖധാമത്തിൽ പോകുന്നത്, അപ്പോൾ ബാക്കി എല്ലാവരും ശാന്തിധാമത്തിൽ ഇരിക്കുന്നു. നിങ്ങളിലും ഈ അറിവ് യഥാക്രമമാണ്. അഥവാ ജ്ഞാനത്തിന്റെ ചിന്തനത്തിലിരിക്കുകയാണെങ്കിൽ വാക്കിലും അതേ വരൂ. നിങ്ങൾ രൂപ് ബസന്തായി, അതായത് ജ്ഞാനിയും യോഗിയുമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ബാബയിലൂടെ. നിങ്ങൾ രൂപുമാണ്, ബസന്തുമാണ്. ലോകത്തിൽ വേറെ ആർക്കും ഞങ്ങൾ രൂപ് ബസന്താണെന്ന് പറയാൻ സാധിക്കില്ല. നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം വരെയും നമ്പർ വൈസ് പുരുഷാർത്ഥമനുസരിച്ച് പഠിക്കും. ശിവബാബ നമ്മൾ ആത്മാക്കളുടെ അച്ഛനാണല്ലോ. ഇതും ഹൃദയത്തിൽ നിന്ന് വരണമല്ലോ. ഭക്തിമാർഗത്തിൽ ഹൃദയത്തിൽ നിന്നൊരിക്കലും വരുന്നില്ല. ഇവിടെ നിങ്ങൾ സന്മുഖത്തിരിക്കുകയാണ്, മനസ്സിലാക്കുകയാണ്. ബാബ വീണ്ടും ഈ സമയത്ത് തന്നെയാണ് വരിക. പിന്നെ വേറെ ഒരു സമയത്തും ബാബയ്ക്ക് വരേണ്ടതിന്റെ ആവശ്യമില്ല. സത്യുഗം മുതൽ ത്രേതായുഗം വരെ വരുന്നില്ല. ദ്വാപരയുഗം മുതൽ കലിയുഗം വരേക്കും വരേണ്ടതില്ല. ബാബ വരുന്നത് തന്നെ കൽപ്പത്തിലെ സംഗമയുഗത്തിലാണ്. ബാബ പാവങ്ങളുടെ നാഥനാണ്. അർത്ഥം മുഴുവൻ ലോകവും എപ്പോഴാണോ ദുഃഖിതരും ദരിദ്രരുമാകുന്നത്, അവരുടെ അച്ഛനാണ്. ബാബയുടെ മനസ്സിൽ എന്തായിരിക്കും? ഞാൻ പാവങ്ങളുടെ നാഥനാണ്. എല്ലാവരുടെയും ദുഃഖം അഥവാ ദാരിദ്ര്യം ഇല്ലാതാകും. അതാണെങ്കിൽ ജ്ഞാനത്തിലൂടെ അല്ലാതെ കുറയുക സാധ്യമല്ല. ബാക്കി വസ്ത്രം മുതലായവ നൽകുന്നതിലൂടെ സമ്പന്നരായി മാറുകയില്ല. പാവങ്ങളെ കാണുമ്പോൾ ഇവർക്ക് വസ്ത്രം നൽകണമെന്ന് മനസ്സിൽ തോന്നും. എന്തുകൊണ്ടെന്നാൽ ഓർമ്മയുണ്ടാകുമല്ലോ, ഞാൻ പാവങ്ങളുടെ നാഥനാണ്. ഒപ്പം ഇതും മനസ്സിലാക്കുന്നു, ഞാൻ പാവങ്ങളുടെ നാഥനാണ്. ആരാണോ തികച്ചും പതീതർ, അവരെ പാവനമാക്കി മാറ്റുന്നു. ഞാൻ തന്നെയാണ് പതീത പാവനൻ. അതിനാൽ ചിന്ത വരികയാണ്, ഞാൻ പാവങ്ങളുടെ നാഥനാണ്. പക്ഷെ പൈസ മുതലായവ എങ്ങനെ നൽകും? പൈസ മുതലായവ നൽകുന്നവർ ലോകത്തിൽ ഒരുപാടുണ്ട്. അനേകം ഫണ്ടുകൾ സമാഹരിക്കുന്നു. അത് പിന്നെ അനാഥാശ്രമത്തിലേക്ക് അയക്കുന്നു. അനാഥരായിരിക്കുന്നുവെന്ന് മനസ്സിലാക്കുകയാണ് അർത്ഥം. ആർക്കാണോ നാഥനില്ലാത്തത്? അനാഥർ അർത്ഥം ദരിദ്രർ. നിങ്ങൾക്കും നാഥനുണ്ടായിരുന്നില്ല, അർത്ഥം അച്ഛനുണ്ടായിരുന്നില്ല. നിങ്ങൾ പാവങ്ങളായിരുന്നു, ജ്ഞാനമുണ്ടായിരുന്നില്ല. ആരാണോ രൂപ് ബസന്ത് അല്ലാത്തത്, അവർ പാവപ്പെട്ട അനാഥരാണ്. ആരാണോ രൂപ് ബസന്തർ, അവർ സനാഥർ എന്ന് പറയുന്നു. സനാഥരെന്ന് സമ്പന്നരെയും അനാഥരെന്ന് പാവങ്ങളെയുമാണ് പറയുന്നത്. നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്, എല്ലാവരും ദരിദ്രരാണ്, കുറച്ചവർക്ക് നൽകാം. ബാബ പാവങ്ങളുടെ നാഥനാണ്. അതിനാൽ പറയുകയാണ്, ഇങ്ങനെയുള്ള വസ്തുക്കൾ നൽകണം. ഏതിലൂടെയാണോ സദാകാലത്തേക്ക് സമ്പന്നരായി മാറുക. ബാക്കി ഈ വസ്ത്രം മുതലായവ നൽകുന്നതെല്ലാം സാധാരണ കാര്യമാണ്. അതിൽ നമ്മൾ എന്തിന് ഏർപ്പെടണം? നമ്മളാണെങ്കിൽ അവരെ അനാഥരിൽ നിന്ന് സനാഥരാക്കി മാറ്റും. അഥവാ ചിലർ എത്ര തന്നെ കോടിപതിയാണെങ്കിലും പക്ഷെ അതെല്ലാം അല്പകാലത്തേക്കാണ്. ഇതുതന്നെയാണ് അനാഥരുടെ ലോകം. അഥവാ പൈസയുള്ളവരാണെങ്കിലും അല്പകാലത്തേക്കാണ്. സത്യുഗത്തിൽ സദാ സനാഥരാണ്. അവിടെ ഇങ്ങനെ കർമ്മം ചതിക്കുന്നില്ല. ഇവിടെ എത്ര ദരിദ്രരാണ്. ആർക്കാണോ ധനമുള്ളത് അവർക്കാണെങ്കിൽ തന്റെ ലഹരി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, ഞങ്ങൾ സ്വർഗത്തിലാണ് എന്ന്. പക്ഷേ അല്ല, ഇത് നിങ്ങൾക്കറിയാം. ഈ സമയം ഒരു മനുഷ്യരും സനാഥരല്ല, എല്ലാവരും അനാഥരാണ്. ഈ പൈസ മുതലായവയെല്ലാം മണ്ണിൽ ലയിച്ചു പോകുന്നതാണ്.
മനുഷ്യർ മനസ്സിലാക്കുന്നു, ഞങ്ങളുടെ അടുത്ത് ഇത്രയും ധനമുണ്ട്, അത് മക്കളും പേരമക്കളും അനുഭവിച്ചുകൊണ്ടിരിക്കും, പരമ്പര നടന്നുകൊണ്ടിരിക്കും എന്ന്. പക്ഷെ അങ്ങനെ നടക്കുകയില്ല. ഇതെല്ലാം നശിച്ചു പോകും. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ മുഴുവൻ പഴയ ലോകത്തിനോടും വൈരാഗ്യമാണ്. നിങ്ങൾക്കറിയാം, പുതിയ ലോകത്തെ സ്വർഗമെന്നും പഴയ ലോകത്തെ നരകമെന്നും പറയപ്പെടുന്നുവെന്ന്. ബാബ നമ്മെ പുതിയ ലോകത്തിലേക്ക് വേണ്ടി സമ്പന്നമാക്കിക്കൊണ്ടിരിക്കുന്നു. ഈ പഴയ ലോകമാണെങ്കിൽ നശിക്കാൻ പോവുകയാണ്. ബാബ എത്ര സമ്പന്നരാക്കി മാറ്റുന്നു. ഈ ലക്ഷ്മി നാരായണൻ എങ്ങനെ സമ്പന്നമായി? എന്താ ഏതെങ്കിലും സമ്പന്നനിൽ നിന്ന് സമ്പത്ത് ലഭിച്ചോ? അതോ യുദ്ധം ചെയ്തോ? എങ്ങനെയാണോ അടുത്തയാൾ രാജസിംഹാസനം നേടുന്നത്, അങ്ങനെ രാജസിംഹാസനം നേടിയതാണോ? അതോ കർമ്മത്തിനനുസരിച്ച് ഈ ധനം ലഭിച്ചോ? ബാബയുടെ കർമ്മം പഠിപ്പിക്കൽ തികച്ചും വേറിട്ടതാണ്. കർമ്മം, അകർമ്മം, വികർമ്മം വാക്കുകളും വ്യക്തമല്ലേ? ശാസ്ത്രങ്ങളിൽ ചില വാക്കുകളുണ്ട്. ആട്ടയിൽ ഉപ്പ് എത്രയിരിക്കുന്നു? എവിടെ ഇത്രയും കോടി മനുഷ്യർ? ബാക്കി 9 ലക്ഷം ഇരിക്കുന്നു. 1/4% പോലും ഉണ്ടാകുന്നില്ല. അതിനാലാണ് ഇതിനെ ആട്ടയിലെ ഉപ്പെന്ന് പറയുന്നത്. മുഴുവൻ ലോകവും നാശമാകുന്നു. വളരെ കുറച്ചുപേർ സംഗമയുഗത്തിലിരിക്കുന്നു. ചിലർ ആദ്യം തന്നെ ശരീരം ഉപേക്ഷിക്കുന്നു. അവർ പിന്നീട് സ്വീകരിക്കും. ഏതുപോലെ ഒരു മുഗളി പെൺകുട്ടിയുണ്ടായിരുന്നു. നല്ല കുട്ടിയായിരുന്നു. അതിനാൽ ജന്മം തികച്ചും നല്ല വീട്ടിലെടുത്തിട്ടുണ്ടാകും. നമ്പർ വൈസ് സുഖത്തിൽ തന്നെ ജന്മമെടുക്കുന്നു. അവർക്ക് സുഖം അനുഭവിക്കണം, കുറച്ച് ദുഃഖവും കാണണം. കർമാതീത അവസ്ഥയൊന്നും ആർക്കും ആയിട്ടില്ല. ജന്മം വളരെ സുഖം നൽകുന്ന വീട്ടിൽ പോയി എടുക്കും. ഇങ്ങനെ മനസ്സിലാക്കരുത്, ഇവിടെ ഒരു സുഖകരമായ വീടില്ല എന്ന്. ഒരുപാട് കുടുംബം ഇങ്ങനെ നല്ലതുമുണ്ട്, ചോദിക്കേണ്ടതില്ല. ബാബ കണ്ടിട്ടുള്ളതാണ്. മരുമക്കൾ ഒരു വീട്ടിൽ തന്നെ ഇത്രയും ശാന്തരായിരിക്കുന്നു. എല്ലാവരും ഒരുമിച്ച് ഭക്തി ചെയ്യുന്നു, ഗീത വായിക്കുന്നു. ബാബ ചോദിച്ചു, ഇത്രയും പേർ ഒരുമിച്ചിരിക്കുന്നു, വഴക്കൊന്നും ഉണ്ടാകുന്നില്ല. പറഞ്ഞു, ഞങ്ങൾക്ക് സ്വർഗമാണ്, ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരിക്കുന്നു. ഒരിക്കലും വഴക്കോ ബഹളമോ ഇല്ല, ശാന്തതയോടെ ഇരിക്കുന്നു. പറയുകയാണ്, ഇവിടെയാണെങ്കിൽ സ്വർഗം പോലെയാണ്. അപ്പോൾ തീർച്ചയായും സ്വർഗം കഴിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഇവിടം സ്വർഗത്തെ പോലെയാണെന്ന് പറയാൻ സാധിക്കുന്നത്. പക്ഷേ ഇവിടെയാണെങ്കിൽ അനേകരുടെ സ്വഭാവം സ്വർഗവാസിയാകുന്നതിൻ്റെതായി കാണാൻ കഴിയുന്നില്ല. ദാസദാസിമാരും ഉണ്ടാകണമല്ലോ. ഈ രാജധാനിയുടെ സ്ഥാപന നടക്കുന്നു. ബാക്കി ആരാണോ ബ്രാഹ്മണരാകുന്നത് അവർ ദൈവിക കുടുംബത്തിൽ വരുന്നവരാണ്. പക്ഷേ നമ്പർ വൈസാണ്. ചിലരാണെങ്കിൽ വളരെ മധുരമുള്ളവരാണ്. എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. ഒരിക്കലും ആരോടും ദേഷ്യപ്പെടില്ല. ദേഷ്യപ്പെടുന്നതിലൂടെ ദുഃഖമുണ്ടാകുന്നു. ആരാണോ മനസ്സാ വാചാ കർമ്മണ എല്ലാവർക്കും ദുഃഖം നൽകിക്കൊണ്ടിരിക്കുന്നത് അവരെ പറയുന്നു ദുഃഖി ആത്മാവ് എന്ന്. എങ്ങനെയാണോ പുണ്യാത്മാവ് പാപാത്മാവെന്ന് പറയാറുണ്ടല്ലോ, ശരീരത്തിനാണോ ഈ പേരുണ്ടാകുന്നത്? വാസ്തവത്തിൽ ആത്മാവ് തന്നെയാണ് ആവുന്നത്. എല്ലാ പാപാത്മാക്കളും ഒരേപോലെ ആകില്ല. പുണ്യാത്മാക്കളും എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല. നമ്പർ വൈസ് പുരുഷാർത്ഥം അനുസരിച്ചാകുന്നു. വിദ്യാർത്ഥികൾ സ്വയം മനസ്സിലാക്കാറുണ്ടല്ലോ, ഞങ്ങളുടെ സ്വഭാവം അവസ്ഥ എന്താണ്, ഞങ്ങൾ എങ്ങനെ പെരുമാറുന്നു, എല്ലാവരോടും മധുരമായി സംസാരിക്കുന്നുണ്ടോ? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾ തലകീഴായ മറുപടി നൽകുന്നില്ലല്ലോ. ബാബയോട് പല കുട്ടികളും പറയുന്നുണ്ട്, കുട്ടികളോട് ദേഷ്യം വരികയാണ്. ബാബ പറയുന്നു, എത്ര സാധിക്കുമോ സ്നേഹത്തോടെ പെരുമാറൂ.
ചെറിയ കുട്ടികളെ നന്നാക്കാൻ വേണ്ടി ചെവിയിൽ പിടിക്കുന്നു. കൃഷ്ണനെ കാണിച്ചിട്ടുണ്ടല്ലോ. കൃഷ്ണനെ ഉരലിൽ കെട്ടിയിട്ടു. ഇതും ഇവിടത്തെ കാര്യമാണ്. ചെറിയ കുട്ടി വികൃതിയാണെങ്കിൽ കട്ടിലിലോ മരത്തിലോ കെട്ടിയിടൂ. അടിക്കരുത്. ഇല്ല എങ്കിൽ അവരും അങ്ങനെ പഠിക്കും. കെട്ടിയിടുന്നതാണ് നല്ലത്. ഇങ്ങനെയല്ല കുട്ടികൾ വലുതാകുമ്പോൾ മാതാപിതാക്കളെ കെട്ടിയിടുമോ? ഇല്ല. ഇത് തന്നെയാണ് കുട്ടികൾക്കുള്ള ശിക്ഷ. കൂടുതൽ ബഹളമുണ്ടാക്കുകയാണെങ്കിൽ ചെവിയിൽ പിടിക്കാം. ചിലരുടൻ മൂക്കിൽ പിടിച്ച് അമർത്തുന്നു. നിർമോഹിയുമായി മാറണം. ഇതാണെങ്കിൽ നിങ്ങൾ കുട്ടികൾക്കറിയാം, നമുക്ക് ഈ ലക്ഷ്മി നാരായണനായി മാറണം. ലക്ഷ്യം മുന്നിൽ നിൽക്കുകയാണ്. എത്ര ഉയർന്ന ലക്ഷ്യമാണ്. പഠിപ്പിക്കുന്നയാളും ഉയർന്നതാണല്ലോ. ശ്രീകൃഷ്ണന്റെ മഹിമ എത്രയാണ് പാടുന്നത്. സർവഗുണസമ്പന്നൻ, 16 കലാസമ്പൂർണൻ. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്കറിയാം, നമ്മൾ ശ്രീകൃഷ്ണനെ പോലെയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇവിടെ വന്നത് തന്നെ ശ്രീകൃഷ്ണനെ പോലെയായി മാറുന്നതിന് വേണ്ടിയാണ്. നിങ്ങളുടേത് ഇത് നരനിൽ നിന്ന് നാരായണനായി മാറുന്നതിന്റെ സത്യനാരായണന്റെ കഥയാണ്. അമരപുരിയിലേക്ക് പോകുന്നതിനുള്ള അമര കഥയാണ്. ഒരു സന്യാസിമാരും ഈ കാര്യങ്ങൾ അറിയുന്നില്ല. ഒരു മനുഷ്യനെയും ജ്ഞാനസാഗരൻ, പതിത പാവനൻ എന്ന് പറയില്ല. എപ്പോൾ വരെ മുഴുവൻ സൃഷ്ടി തന്നെ പതീതമാണോ, നമ്മൾ പതീത പാവനനെന്ന് ആരെ പറയും? ഇവിടെ ആരും പുണ്യാത്മാവാകുക സാധ്യമല്ല. ബാബ മനസ്സിലാക്കി തരികയാണ്, ഈ ലോകം പതീതമാണ്. ശ്രീകൃഷ്ണനാണ് ആദ്യ നമ്പർ. ശ്രീകൃഷ്ണനെയും ഭഗവാനെന്ന് പറയാൻ സാധിക്കില്ല. ജനന മരണരഹിതൻ ഒരേ ഒരു നിരാകാരനായ ബാബയാണ്. പാടപ്പെടുന്നുണ്ട്, ശിവ പരമാത്മായ നമഃ. ബ്രഹ്മ വിഷ്ണു ശങ്കരനെ ദേവതയെന്ന് പറയും. പിന്നെ ശിവബാബയെ പരമാത്മാവെന്ന് പറയുന്നു. അതിനാൽ ശിവൻ ഏറ്റവും ഉയർന്നതായല്ലോ. ശിവബാബ എല്ലാവരുടെയും അച്ഛനാണ്. സമ്പത്തും ബാബയിൽ നിന്നാണ് ലഭിക്കുന്നത്. സർവവ്യാപി എന്ന് പറയുന്നതിലൂടെ സമ്പത്ത് ലഭിക്കുകയില്ല. ബാബ സ്വർഗത്തിന്റെ സമ്പത്ത് തരുന്നയാളാണെങ്കിൽ തീർച്ചയായും സ്വർഗത്തിന്റെ സമ്പത്ത് തന്നെ നൽകും. ഈ ലക്ഷ്മി നാരായണനാണ് നമ്പർ 1. പഠിപ്പിലൂടെ ഈ പദവി നേടി. ഭാരതത്തിന്റെ പ്രാചീന യോഗം എന്തുകൊണ്ട് പ്രസിദ്ധമായിക്കൂടാ? ഏതിലൂടെയാണോ മനുഷ്യർ വിശ്വത്തിന്റെ അധികാരിയായി മാറുന്നത്, അതിനെ സഹജയോഗമെന്ന് പറയുന്നു. സഹജജ്ഞാനം. ഇതും വളരെ സഹജമാണ്. ഒരേ ഒരു ജന്മത്തിന്റെ പുരുഷാർത്ഥത്തിലൂടെ എത്ര പ്രാപ്തിയാണ് ഉണ്ടാവുന്നത്. ഭക്തി മാർഗത്തിലാണെങ്കിൽ ഓരോ ജന്മത്തിലും ബുദ്ധിമുട്ട് അനുഭവിച്ചു വന്നു. ഒന്നും തന്നെ ലഭിക്കുന്നുമില്ല. ഇതാണെങ്കിൽ ഒരു ജന്മത്തിൽ തന്നെയാണ് ലഭിക്കുന്നത്. അതിനാൽ സഹജമെന്ന് പറയപ്പെടുന്നു. സെക്കൻഡിൽ ജീവൻ മുക്തി എന്ന് പറയപ്പെടുന്നു. ഇക്കാലത്താണെങ്കിൽ നോക്കൂ, എങ്ങനെയുള്ള കണ്ടുപിടുത്തങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ശാസ്ത്രത്തിന്റെയും അത്ഭുതമാണ്. ശാസ്ത്രത്തിന്റെയും അത്ഭുതം നോക്കൂ എങ്ങനെയാണെന്ന്. അതെല്ലാം എത്ര കാണാൻ കഴിയുന്നു. ഇവിടെ ഒന്നുമില്ല. നിങ്ങൾ ശാന്തിയിലിരിക്കൂ, ജോലി മുതലായവയും ചെയ്യൂ, കൈകൊണ്ട് ജോലി ചെയ്യൂ. ഹൃദയത്തിന്റെ സ്നേഹം പ്രിയതമനോട്. പ്രിയതമനും പ്രിയതമയെയും കുറിച്ച് പാടാറുണ്ടല്ലോ. അവർ പരസ്പരം സ്വരൂപത്തെ പ്രണയിക്കുന്നു. വികാരത്തിന്റെ കാര്യമില്ല. എവിടെയിരുന്നാലും ഓർമ്മ വരുന്നു. ആഹാരം കഴിച്ചുകൊണ്ടിരിക്കും, എന്നാൽ മുന്നിൽ അവരെ കണ്ടുകൊണ്ടിരിക്കും. അവസാനം നിങ്ങളുടെ ഈ അവസ്ഥയുണ്ടാകും. അത്രയും മതി. ബാബയുടെ തന്നെ ഓർമ്മ ഉണ്ടായിക്കൊണ്ടിരിക്കും. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ കുട്ടികളെ പ്രതി മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണയും പുലർക്കാല വന്ദനവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള
മുഖ്യസാരം: 1. റൂപ് ബസന്തായി മാറി വായിൽ നിന്ന് സദാ സുഖദായിയായ വാക്കുകൾ സംസാരിക്കണം. ദുഃഖം നൽകുന്നവരായി മാറരുത്. ജ്ഞാനത്തിന്റെ ചിന്തനത്തിലിരിക്കണം. വായിൽ നിന്ന് ജ്ഞാനരത്നങ്ങൾ മാത്രം പുറപ്പെടുവിക്കണം. 2. നിർമോഹിയായി മാറണം. എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറണം. ദേഷ്യപ്പെടരുത്. അനാഥരെ സനാഥരാക്കുന്നതിന്റെ സേവനം ചെയ്യണം. വരദാനം: ഫരിഷ്ത രൂപത്തിലൂടെ ഗതി സദ്ഗതിയുടെ പ്രസാദം വിതരണം ചെയ്യുന്ന മാസ്റ്റർ ഗതി സദ്ഗതി ദാതാവായി ഭവിക്കട്ടെ. വർത്തമാന സമയത്ത് വിശ്വത്തിലെ അനേകാത്മാക്കൾ പരിതസ്ഥിതികൾക്ക് വശപ്പെട്ട് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലർ പണത്തിനു വേണ്ടി, ചിലർ വിശന്നിട്ട്, ചിലർ രോഗം കാരണം, ചിലർ മനസ്സിന്റെ അശാന്തി കാരണം. എല്ലാവരുടെയും ദൃഷ്ടി ശാന്തിയുടെ ഗോപുരത്തിന് നേരെ പോകുന്നു. എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നു. അയ്യോ അയ്യോ വിളികൾക്ക് ശേഷം ആഹാ ആഹാ ആരവം എപ്പോഴുണ്ടാകുമെന്ന്. അതിനാൽ ഇപ്പോൾ തന്റെ സാകാരി ഫരിഷ്ത രൂപത്തിലൂടെ വിശ്വത്തിലെ ദുഃഖം ദൂരീകരിക്കൂ. മാസ്റ്റർ ഗതി സദ്ഗതി ദാതാവായി ഭക്തർക്ക് ഗതിയുടെയും സദ്ഗതിയുടെയും പ്രസാദം വിതരണം ചെയ്യൂ. സ്ലോഗൻ: മനസ്സിനെ അത്രയും ശക്തിശാലിയാക്കൂ. ഏത് പരിതസ്ഥിതിക്കും മനസ്സിനെ കുഴപ്പത്തിലാക്കാൻ സാധിക്കരുത്. അവ്യക്ത സൂചന: ഇപ്പോൾ സമ്പന്നവും കർമാതീതവുമാകുന്നതിന്റെ ധ്വനി മുഴക്കൂ. ഇപ്പോൾ സേവനമാകുന്ന കർമ്മത്തിന്റെയും ബന്ധനത്തിൽ വരരുത്. ഞങ്ങളുടെ സ്ഥലം, ഞങ്ങളുടെ സേവനം, ഞങ്ങളുടെ വിദ്യാർത്ഥികൾ, ഞങ്ങളുടെ സഹയോഗി ആത്മാക്കൾ, ഇതും സേവനത്തിന്റെ കർമ്മത്തിന്റെ ബന്ധനമാണ്. ഈ കർമ്മബന്ധനത്തിൽ നിന്ന് കർമാതീതം. അതിനാൽ കർമാതീതമാകണം. മാത്രമല്ല, ഇതുതന്നെയാണ് യാഥാർത്ഥ്യം, ഇതുതന്നെയാണ് എല്ലാം. ഈ അനുഭൂതി പകർന്നുകൊടുത്ത് ആത്മാക്കളെ സമീപത്ത് ആശ്രയത്തിൽ എത്തിക്കണം. ഓം ശാന്തി.